ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് നമുക്ക് ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം. സാധാരണ നമ്മൾ ചെയ്യുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ട് ഒരു ടേസ്റ്റി ഫിഷ് ഫ്രൈ. അപ്പോൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടല്ലോ അതൊന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ ഇനി ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ക്ലീൻ ചെയ്ത് വെച്ച 3 ശേരിയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതല്ലെങ്കിൽ ഈ ടൈപ്പിലുള്ള ഏത് മീൻ എടുത്താലും മതി, കുഴപ്പമൊന്നുമില്ല. ഇനി ഇതെല്ലാം മസാല പിടിക്കാനായിട്ട് ഒന്ന് വരഞ്ഞു കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇനി മസാല ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അരച്ച പേസ്റ്റാണ്. അധികമൊന്നും വേണ്ട, 1 ടേബിൾ സ്പൂൺ മതി. പിന്നെ ഞാനിടുന്നത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി റെഡ് ചില്ലിയും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടി, കുറച്ച് മതി, അധികം വേണ്ട, 1/2 ടീസ്പൂൺ. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചത്. ഇനി വേണ്ടത് ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കാം. ഇനി പുളിക്ക് ലെമൺ ജ്യൂസ് ഇല്ലെങ്കിൽ വിനീഗർ ഉണ്ടല്ലോ, അത് ചേർത്താലും മതി, കുഴപ്പമൊന്നുമില്ല. മീനിലേക്ക് മസാല പെട്ടെന്ന് പിടിക്കാനായിട്ട് ഞാൻ വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഈ മസാല ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് ലൂസാക്കിയതിന് ശേഷം മസാല മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം. വലിയ മീനായതുകൊണ്ട് തന്നെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. 2 സൈഡും നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഉൾഭാഗത്തൊക്കെ കുറച്ച് കൂടുതൽ മസാല തേച്ച് കൊടുക്കുക. മസാലയൊക്കെ നല്ലോണം തേച്ചതിന് ശേഷം നമുക്ക് മാറ്റി വെക്കാം. ഇനി മീനിലേക്ക് മസാല പെട്ടെന്ന് പിടിക്കാനായിട്ട് ഞാൻ 1/2 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് മുൻപായിട്ട് ഞാനൊരു മിക്സ് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. അതിനായിട്ടൊരു 4 ടേബിൾ സ്പൂൺ റവ, പിന്നെ 2 ടേബിൾ സ്പൂൺ കടലപ്പൊടി, പിന്നെ ഒരു പിഞ്ച് ഉപ്പ്. ഈ മിക്സ് ഞാൻ ഉണ്ടാക്കുന്നത് മീൻ നല്ല ക്രിസ്പിയായി കിട്ടാനാണ്. അപ്പോൾ ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് മീനിൽ മസാല നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി അതിന് ശേഷം നമുക്ക് ഈ മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ഈ മിക്സിലേക്ക് മീൻ വെച്ചിട്ട് നന്നായി കവർ ചെയ്തെടുക്കാം. ഇനി ഫ്രൈ ചെയ്യാൻ ഒരു പാൻ വെച്ച് ചൂടാക്കാം. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി ചൂടായി വന്ന എണ്ണയിലേക്ക് മീനിട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അടുത്ത മീനും ഇതുപോലെ ഈ മിക്സിയിലേക്ക് കവർ ചെയ്തെടുക്കാം. അതുകൂടി എണ്ണയിലേക്ക് ചേർത്തിട്ട് പെരിഞ്ജീരകവും പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ എണ്ണയൊക്കെ ഇടുന്ന കറിവേപ്പിലയും പെരിഞ്ജീരകമൊക്കെ പൊട്ടുമ്പോൾ നല്ല സ്മെല്ലുണ്ടാവും മീനിന്. ഇനി ഒരു സൈഡ് വെന്തതിന് ശേഷം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അതുപോലെ തന്നെ അടുത്തതും ഇതുപോലെ ചെയ്ത് കൊടുക്കാം.
ഇനി 2 സൈഡും വെന്തതിന് ശേഷം നമുക്ക് ഈ ഓയിലിൽ നിന്ന് ഫ്രൈ ആയ മീൻ എടുത്ത് മാറ്റാം. അപ്പോൾ നമ്മുടെ ക്രിസ്പിയായ ടേസ്റ്റി ഫിഷ് ഫ്രൈ റെഡിയായി. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ലെമൺ ജ്യൂസ് കൂടി ഒഴിച്ചതിന് ശേഷം നമുക്ക് കഴിക്കാം. ഇതിനിപ്പോൾ സൈഡായിട്ടൊന്നും കഴിക്കണമെന്നൊന്നുമില്ല, വെറുതെ കഴിക്കാനും സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കാം. അതുപോലെ ഈ വീഡിയോ കണ്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. താങ്ക്